ജിമ്മിലൊക്കെ പോയി മസിലൊക്കെ വന്നുകൊണ്ടിരിക്കുന്ന സമയത്താണ് ഈ മരപ്പൊട്ടൻ ബിഗ് ബോസിലോട്ട് എൻട്രി ചെയ്യുന്നത്. ഇവൻ അവിടെ വന്നു കഴിഞ്ഞിട്ട് ജിമ്മന്മാരൊക്കെ മണ്ടന്മാരാന്നുള്ളൊരു ന്യൂസ് പുറത്ത് നല്ലോണം പടർന്നു. അങ്ങനെ ജിമ്മിൽ പോക്ക് നിർത്തി ഗൈസ്. അതേപോലെ തന്നെയാണ് ഇവന്റെ ഓരോരോ കാര്യങ്ങൾ എല്ലാം പറയുന്നത്. ഇവൻ മണ്ടത്തരങ്ങൾ മാത്രമേ പറയത്തുള്ളൂ. ഇപ്പൊ ഇവൻ പറഞ്ഞൊന്ന് കേട്ടു നോക്കി. അപ്പൊ അനുമോദം നിൽക്കേണ്ടായിട്ടാണ്. അപ്പൊ ഞാൻ മനഃപൂർവ്വം ചോദിച്ചത് എന്ത് ഈ BJP ജോയിൻ ചെയ്തോ, അതാണ് ബീഫ് കഴിക്കാത്ത. ഈ ഒരു ടോക്ക് ഉണ്ടാവാൻ കാരണം ഇവിടെയുള്ള BJP-കാരാണ്. ഞങ്ങളുടെ കൂട്ടുകാരന്മാരുടെ ഇടയിൽ, എന്റെ പെരുമ്പാവൂര് എന്റെ കൂട്ടുകാരന്മാരുടെ ഇടയിൽ ചോദിക്കുന്ന ഒരു ടോക്കാണത്. അത് ചോദിക്കാറില്ലെന്ന് ഒന്ന് മനസ്സിൽ നിന്ന് ഒന്ന് ചോദിച്ചു നോക്ക്. ചോദിക്കാറുണ്ടാവും, അത് ഫണ്ണാണ്. പിന്നെ അത് മീഡിയക്കാരിട്ടില്ല, എനിക്ക് വിഷയമില്ല. പിന്നെ പന്നിയിറച്ചി ഇല്ല, വേവിക്കണം നന്നായിട്ട്. അതിൽ വിര ഉണ്ടാവും, വിര അത് എന്താ മാത്രമേ വിര പോകും. നല്ല കപ്പയിട്ടിട്ട് പന്നി ഒലത്തി കഴിച്ചല്ല അടിപൊളിയാവും. നമ്മൾ പഠിച്ച കിതാബിലത് കഴിക്കാൻ പാടില്ലാന്ന് ഖുറാനിലുള്ളത് കൊണ്ടാണ്. അല്ലെങ്കിൽ ഞാനത് കഴിക്കാനേ, എന്നെ പിടിച്ച് കഴിക്കാത്ത എല്ലാ സാധനം ഞാൻ തിന്നുന്ന ആളാണ്. പിന്നെ കേസ് കോടതിയിൽ ക്രോസൊക്കെ ചെയ്ത് പിന്നെ ഞാൻ കുഞ്ഞു കൊച്ചിനൊന്നും പിടിച്ചിട്ട് പണിയെടുത്തിട്ടില്ല കേട്ടോ. പിന്നെ ഇതുള്ള കാലം വരെയും ഈ കേസ് ഉണ്ടാവും, മനസ്സിലാക്കിയോ? അതെ, ആർക്കും വേണ്ടി വരുന്നു പെണ്ണുങ്ങൾക്ക്. ഞാനിപ്പം മതപരമായി മതത്തെ ഫോളോ ചെയ്താൽ ജീവിക്കുന്നെങ്കിൽ എനിക്ക് ബീഫ് കഴിക്കുന്നവനെ കുറ്റം പറയാൻ ഒരു വോയിസും ഇല്ല. ഞാൻ എന്നെ മതപരമായിട്ട് പന്നി കഴിക്കുന്നില്ലെങ്കിൽ ഞാൻ എങ്ങനെ ബീഫ് കഴിക്കാത്തവനെ കുറ്റം പറയും, ബീഫ് കഴിക്കുന്നവനെ കുറ്റം പറയും? വോയിസ് ഇല്ല ഗൈസ്. ഇപ്പൊ ഈ പൊട്ടൻ കാരണം പണ്ട് ജിമ്മിൽ പോക്ക് നിർത്തിയതാ. ജിമ്മന്മാരെല്ലാം മണ്ടനെന്നുള്ള ചിന്തഗതി പടർന്നു. സോ അളിയാ, ഇനി എനിക്ക് വയ്യ.